ഓം ശ്രീ ഗണപതയെ നമ. ഓം അവ്യക്തായ നമ. പ്രിയമുള്ള അശ്വതി നക്ഷത്രജാതകരെ, മേടൻ രാശിയുടെ പ്രഥമ നക്ഷത്രമായ അശ്വതിയുടെ 2027 വർഷത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ വിശകലനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവന്മാരാണ്. നാഥനായിട്ടുള്ളത് കേതുവും. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള ചിന്തകളും കർമ്മശേഷിയും ആത്മീയമായ ഉൾക്കാഴ്ചയും ഈ നക്ഷത്രക്കാരുടെ കൂടപ്പിറപ്പാണ്. 2027 എന്ന വർഷം സാമാന്യമായി നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾക്കൊപ്പം തന്നെ അതീവമായ സൂക്ഷ്മത പാലിക്കേണ്ടതിൻ്റെയും ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഗ്രഹങ്ങളുടെ ഗതിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും എങ്ങനെയൊക്കെയുള്ള സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത് എന്ന് നമുക്ക് അതിസൂക്ഷ്മമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓരോ വിഷയങ്ങളായി തിരിച്ച് പ്രത്യേകമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി പരിശോധിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളും പൊതുഫലങ്ങളുമാണ്. 2027 പൊതുഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തിലും ഒരു തിടുക്കം, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമെന്ന് പറയുന്നത്. 2027 പൊതുഫലങ്ങളിലേക്ക് വരുമ്പോൾ മാനസികമായ ഉണർവുണ്ടാകും. മുൻ വർഷങ്ങളിൽ അനുഭവിച്ചിരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ മാറി പുതിയ ചിന്തകളിൽ വ്യക്തത വന്നു തുടങ്ങും. തീരുമാനങ്ങളിലൊക്കെ തന്നെ ജാഗ്രതയുണ്ടാകും. ഏതൊരു കാര്യത്തിലും എടുത്തിയാട്ടം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഇറങ്ങുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന വർഷമാണിത്. മുതിർന്നവരുടെയോ ജ്യോത്സ്യന്മാരുടെയോ ഉപദേശം സ്വീകരിക്കുന്നത് വലിയ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുമെന്നും കാണുന്നുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി പരിശോധിക്കുന്നത് സാമ്പത്തികമായ കാര്യമാണ്. ആദ്യ പകുതിയിൽ, അതായത് വർഷത്തിൻ്റെ ആദ്യ 4-5 മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വരാനുള്ള സാധ്യത അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ പഴയ കടങ്ങൾ വീട്ടുന്നതിനോ വേണ്ടി കയ്യിൽ നിന്ന് പണം പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആർക്കെങ്കിലും ജാമ്യം നിൽക്കുകയോ പണം കടം കൊടുക്കുകയോ ചെയ്യുന്നത് ഈ കാലയളവിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. രണ്ടാം പകുതി അഥവാ ചിങ്ങമാസത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് കാണുന്നുണ്ട്. അതും അതിവേഗം തന്നെ മെച്ചപ്പെടുമെന്നാണ് കാണുന്നത്. പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും മുൻകാലങ്ങളിൽ ചെയ്ത തൊഴിലുകളിൽ നിന്നുമൊക്കെ തന്നെ ലാഭം നിങ്ങൾക്ക് വന്നു ചേരുമെന്നും കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലിയെ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എങ്കിലും ഓഫീസിലെ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളിൽ നിയന്ത്രണം വേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കണം. ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും രേഖകളും കരാറുകളും സ്വയം വായിച്ച് ബോധ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ വിശ്വസ്തത പാലിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ഉന്നത പഠനത്തിനായുള്ള വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾ വിജയം വരിക്കാൻ കഠിനമായ പ്രയത്നം നിങ്ങൾക്ക് അനിവാര്യമായി വരും. ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ കുടുംബം, ദാമ്പത്യം ഇവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നാണ് കാണുന്നത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ട സമയമാണ്. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായ സ്വത്ത് സംബന്ധമായ നിലനിന്നിരുന്ന തർക്കങ്ങൾ ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയം, വിവാഹം, ദാമ്പത്യം അഥവാ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് കുടുംബത്തിൻ്റെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ പറ്റിയൊരു വർഷമാണിത്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംസാരം സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹയോഗം ശക്തമായൊരു കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമായി വരുന്നൊരു സമയം കൂടിയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നത് ഒഴിവാക്കി പോകണം. കുട്ടികളുടെ ആരോഗ്യത്തിലും സ്വഭാവ രൂപീകരണത്തിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മാതാപിതാക്കളുടെ നിരന്തരമായ നിരീക്ഷണം അത്യാവശ്യമായൊരു കാര്യമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. നിക്ഷേപം എന്ന നിലയിലും സ്വർണം വാങ്ങുന്നത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യമാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കാണുന്നുണ്ട്.
പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ല സമയമാണ്. ദീർഘദൂര യാത്രകളിൽ വേഗത നിയന്ത്രിച്ചു പോവുക. ഡ്രൈവിങ്ങിൽ വളരെ ശ്രദ്ധ അനിവാര്യമായൊരു സമയമാണ്. വീട് നിർമ്മാണം പൂർത്തിയാക്കാനോ പുതിയ വീടോ സ്ഥലമോ വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾക്ക് വിജയം കാണുന്നൊരു സമയമാണ്. ഭൂമി വാങ്ങുമ്പോൾ അതിൻ്റെ ആധാരവും മറ്റ് നിയമപരമായ രേഖകളും വക്കീലിനെ കാണിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ബന്ധുമിത്രാദികളുടെ സഹകരണം പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്ക് തുണയായി ഉണ്ടാകും. കുടുംബത്തിലെ ചടങ്ങുകളിൽ നിങ്ങൾ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ജനപ്രീതി വർദ്ധിക്കുന്നൊരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമെങ്കിലും എതിരാളികളുടെ നീക്കങ്ങളെ കരുതിയിരിക്കേണ്ടത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ലഘൂകരിക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും താഴെ പറയുന്ന ആരാധനകൾ മുടങ്ങാതെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കുടുംബദേവത അഥവാ ദേശദേവത ഇവരെയൊക്കെ നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. നിങ്ങളുടെ കുലപരമ്പര അനുസരിച്ചിട്ടുള്ള കുടുംബദേവതയെയും ദേശദേവതയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിത്യേന പ്രാർത്ഥിക്കുക. വിശേഷാൽ ദിവസങ്ങളിൽ പൂജകൾ നടത്തുക. ആരാധനാമൂർത്തി ആരായാലും അവരെയും ഗണപതി ഭഗവാനായി നക്ഷത്രാധിപനായ കേതുവിനെയും ഭജിക്കുന്നത് അത്യുത്തമമായിരിക്കും. ഗണപതി ഹോമം നടത്തുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ദോഷഫലങ്ങളെ അകറ്റുമെന്നും കാണുന്നുണ്ട്. അശ്വതി നക്ഷത്രത്തിൻ്റെ ത്രൈമാസ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതൊരു സൂക്ഷ്മ വിശകലനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 2027 പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അശ്വതി നക്ഷത്രക്കാരുടെ ഓരോ ത്രൈമാസ ഫലത്തിലെയും ഫലങ്ങൾ വളരെ വിശദമായി തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാം ത്രൈമാസ ഫലം അഥവാ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലെ ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവായ അവസ്ഥ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും ചെറിയ തോതിലുള്ള അലച്ചിലും കാര്യങ്ങളിൽ കാലതാമസവും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾക്കായി അഥവാ യാത്രകൾക്കായി ഒരിക്കലും പണം മുടക്കേണ്ടതില്ല എന്നാണ് കാണുന്നത്. കടം വാങ്ങുന്നതോ ജാമ്യം നിൽക്കുന്നതോ പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. ജോലിയിൽ മേലധികാരികളുടെ അതൃപ്തി സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ അധ്വാനം അത്യാവശ്യമായി വരും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ഇതൊക്കെയാണ് ആദ്യ 3 മാസ ഫലങ്ങളെന്ന് പറയുന്നത്. രണ്ടാം ത്രൈമാസ ഫലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2027 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത്. പൊതുവായ അവസ്ഥ പറയുമ്പോൾ ഒന്നാം ത്രൈമാസത്തിൽ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായ ദിശയിലേക്ക് നീങ്ങി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ പ്രതീക്ഷകളും ഊർജവും വന്നു ചേരുമെന്നും കാണുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടാൻ തുടങ്ങും. കുടുങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും പ്രൊമോഷനുള്ള സാധ്യതയും തെളിയും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പങ്കാളികൾ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. അതും പുതിയ പങ്കാളികളായിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എങ്കിലും രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ച് വേണം ആ രംഗത്ത് ഇടപെടാനെന്നാണ് കാണുന്നത്. കുടുംബത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വസ്ഥതകൾ മാറി സന്തോഷം കളിയാടുമെന്ന് കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാൻ അനുയോജ്യമായൊരു സമയമാണ്. ഇതാണ് രണ്ടാം ത്രൈമാസ ഫലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി പരിശോധിക്കാം മൂന്നാമത്തെ ത്രൈമാസ ഫലം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം 2027 ഫലമാണ് പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രം 2027 വർഷത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന സുവർണ കാലഘട്ടമാണിത്. സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാകുന്ന ഒരു സമയമാണ്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ഓഹരികളിൽ നിന്നും മികച്ച ലാഭം കൊയ്യാനാകുന്നൊരു സമയമാണ്. വീട് നിർമ്മാണം പൂർത്തിയാക്കാനും പുതിയ ഭൂമി വാങ്ങാനും വാഹനം സ്വന്തമാക്കാനും സാധിക്കുന്ന മാസങ്ങളാണിത്. അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധുക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കാനുമുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അവസാനം നമുക്ക് പരിശോധിക്കാം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ഫലങ്ങൾ. 2027 വർഷത്തിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ഫലങ്ങളാണ് നമ്മൾ വീണ്ടും പരിശോധിക്കുന്നത്. വർഷാവസാനം സമാധാനവും സംതൃപ്തി നിറഞ്ഞൊരു അന്തരീക്ഷം അനുഭവപ്പെടാം. മുൻകാല കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ പുതിയ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയൊരു സമയം കൂടിയാണ് നിങ്ങൾക്ക്. യാത്രകളും വിശ്രമവും വേണ്ടിവരും. കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ പോകാനും മനസ്സിന് സന്തോഷം നൽകുന്ന
കൂട്ടായ്മകൾ പങ്കെടുക്കാനും നിങ്ങൾക്ക് അവസരം ഒത്തുവരുന്നതായി കാണുന്നുണ്ട്. ആരോഗ്യനില പൂർണ്ണമായി തൃപ്തികരമായിരിക്കും. പ്രിയമുള്ളവരെ, നാം ജ്യോതിഷപരമായി പല കാര്യങ്ങളും വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഓർക്കുക, ഗ്രഹങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. വിധിയെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ശുദ്ധമായ കർമ്മങ്ങളും ആത്മവിശ്വാസമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാനോ നേട്ടങ്ങളുണ്ടാകുമ്പോൾ അഹങ്കരിക്കാനോ ഇടവരരുത്. ഏതവസ്ഥയിലും സ്വന്തം ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അന്യർക്ക് നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക. 2027 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.